ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മുടെ നയനയും നവ്യയും കനകവും കൂടി നന്ദു വരാത്തതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. കനകത്തിനാണെങ്കിൽ ഭയങ്കര വെപ്രാളവും കാര്യങ്ങളും ഒക്കെ ആട്ടോ. അനാമികയും അവളുടെ വീട്ടുകാരും ശത്രുക്കളല്ലേ. പിന്നെ നന്ദൂട്ടിന് ഒറ്റയ്ക്ക് പോകുന്നത് നോക്കി നടക്കുക അവളുടെ അച്ഛൻ്റെ വീട്ടുകാർ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കനകം പറയുമ്പോൾ എനിക്കതൊന്നും അല്ലമ്മേ പേടി. അവളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിന് കാത്തിരിക്കുന്നുണ്ടോയെന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയണു. അത് കേട്ട് ഇപ്പോൾ ഭയങ്കര വെപ്രാളം അമ്മയ്ക്ക്. അങ്ങനെയുള്ളപ്പോൾ അമ്മ അവളോട് കർശനമായിട്ട് പറയണമായിരുന്നു പോകരുതെന്നുള്ളത്. അപ്പം മോൾക്കും പറയാൻ പറ്റുന്ന കാര്യമല്ലേ, അത് അച്ഛനോട് അമ്മ പറയേണ്ടത്. അച്ഛൻ ചൂടായാലേ അവളൊരു വില തരത്തുള്ളൂ. അന്നേരം നയന ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു, നമ്മൾ എന്ത് പറഞ്ഞാലും കണക്കാം, അതൊന്നും അവൾക്കൊരു പ്രശ്നമേ അല്ല, അവൾ ചെയ്യത്തുമില്ല എന്നും പറഞ്ഞു. പിന്നെ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുറ്റത്തൊരു വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു. നോക്കുമ്പോൾ നന്ദു വീട്ടിലേക്ക് കയറി വരും കേട്ടോ. നന്ദുവിനെ കണ്ടപ്പോഴേക്കും ഭയങ്കര ദേഷ്യത്തിൽ അങ്ങ് ചെന്നു കനകം. എടി, ഇത്രയും സമയം എന്തെടുക്കായിരുന്നടി നീ എവിടെയായിരുന്നു എന്നും ചോദിച്ചുകൊണ്ട്. അപ്പോൾ അത് പിന്നെ രാകേഷിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ പടക്കം പൊട്ടിക്കലും മറ്റുമൊക്കെ ആയിട്ട് സമയം പോയത് അറിഞ്ഞില്ല എന്ന് നന്ദു പറഞ്ഞപ്പം, അതെ ഇവിടെ കുറച്ച് പേര് നിന്നെ കാത്തിരിക്കുകയാണെന്നുള്ള ബോധം നിനക്കില്ലാണ്ട് പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. വിഷുവിൻ്റെ തലേദിവസമായിട്ട് വെറുതെ ഞങ്ങളുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ നീ നിൽക്കണ്ട കേട്ടോ. നാളെ വിഷുവാ, അത് കഴിഞ്ഞ് നീ പോവുകയാണെന്ന് നീ ഓർക്കണം. അതുകൊണ്ട് മാത്രമാണ് അവന്മാരെ അന്ന് നിന്നെ വിളിച്ചപ്പോൾ കൂടെ വിട്ടത്. ഇനിമേൽ ഇത് ആവർത്തിക്കരുത് കേട്ടോ, ഫ്രണ്ട്ഷിപ്പൊക്കെ കുറച്ച് കുറയ്ക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞിങ്ങനെ ഇവർ സംസാരിക്കുമ്പം ഇവളുടെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടെന്നും പറഞ്ഞ്, നീ പോലീസാകാനാ പോകുന്നത്, അല്ലാതെ കള്ളിയാവാനല്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തു നമ്മുടെ കനകം. അപ്പോൾ എന്താ അമ്മ ഇങ്ങനെയൊക്കെയെന്ന് ചോദിച്ചു. അമ്മ പറയുന്നതിലും കാര്യമുണ്ട്, നീ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നയന നന്ദുവിനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുക, മാറ്റി നിർത്തി സംസാരിക്കാൻ. അപ്പോൾ അകത്ത് പോയി ചെന്നിട്ട്, സത്യം പറയടി, ഇന്ന് നിൻ്റെ ഫ്രണ്ട്സിനൊപ്പം അനി ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചു നയന. അപ്പം ഇല്ലായിരുന്നു എന്ന് കള്ളം പറഞ്ഞു. അപ്പോൾ കള്ളം പറഞ്ഞ കരണത്തടിക്കും ഞാനെന്ന് നന്ദുവിനോട് നയന. നാളെ വിഷുവാ, പിന്നെ അത് കഴിഞ്ഞാൽ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവുകയാണെന്നൊന്നും ഞാൻ നോക്കില്ല, പറഞ്ഞേക്കാമെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. നീ എന്തോന്നും പറയാത്തത്, എന്തോന്നും നിനക്ക് പറയാനില്ലേ? അപ്പോൾ അതിന് വന്നിട്ടില്ലായിരുന്നു ചേച്ചി, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. ദേ നന്ദു, അനി അവിടെ വന്നതിന് തെളിവുണ്ട് എൻ്റെ കയ്യിൽ, കാണണോ നിനക്ക്? ഇനി നീ സത്യം പറ, അനി വിളിച്ചിട്ടല്ലേ നീ ഫ്രണ്ട്സിനൊപ്പം പോയത്? അല്ല നന്ദു, പറയാത്തത് എന്താ? അതല്ലേ സത്യം? അത് പിന്നെ ചേച്ചി, എനിക്ക് അവനാണെങ്കിൽ ആകെ വയലൻ്റായിട്ട് നിൽക്കുമായിരുന്നു. അവൻ മദ്യപിച്ചാലോ എന്ന് ഓർത്തിട്ട് പേടിച്ചിട്ടാണ് ഞാൻ പോയതെന്ന് നന്ദു പറയുമ്പം, നീ SI ആകാൻ പോവുക, പക്ഷെ പോലീസിൻ്റെ ബുദ്ധി കുറേയൊക്കെ എനിക്കും ഉണ്ട്. അനി അവിടെ വന്നു എന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല, അതിന് തെളിവുമില്ല. പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു അവിടെ അനി ഉണ്ട് എന്നുള്ളത്. അത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഞാൻ തെളിവുണ്ടെന്ന് പറഞ്ഞത്. അവനെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം സങ്കടമുണ്ട് ചേച്ചിയെന്ന് നന്ദു പറയുമ്പം, ആ ഒരു സങ്കടത്തിൻ്റെ കാരണം നീയാണ്. ഞാൻ എന്ത് ചെയ്തെന്നാ ചേച്ചി ഈ പറയുന്നത്? നിന്നോട് അവനെ കാണരുതെന്നും വിളിക്കരുതെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അവനെ തീർത്ത് അവോയ്ഡ് ചെയ്താൽ അവനെ പോലും അവന് നിയന്ത്രിക്കാൻ പറ്റാതെ വരും. അവൻ ഇന്ന് മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവാണ്, അതെന്താ നീ മനസ്സിലാക്കാത്തതെന്ന് നയന ചോദിച്ചു. അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ലേ ചേച്ചി, അതൊക്കെ അവൻ എന്നോട് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല എന്ന് നയന. ഞാനും ഈ വീട്ടിലുള്ളവരും മാത്രമല്ല ആദർശേട്ടൻ്റെ അമ്മയൊക്കെ നിന്നോട് മാന്യമായിട്ട് തന്നെ സംസാരിച്ചിട്ടില്ല ഈ ഒരു വിഷയത്തെപ്പറ്റി. അവരെ ഒന്നും നിരാശപ്പെടുത്താനേ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ വന്നാൽ പിന്നെ നിനക്ക് ഇങ്ങനെ ഒരു ചേച്ചി ഇല്ലാന്ന് നീ കരുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വഴക്കുണ്ടാക്കി നയനെ അങ്ങ് പോയി. നന്ദു ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. നന്ദുവിന് എന്ത് ചെയ്യണം എന്നറിയില്ല. ഇത് കഴിഞ്ഞ് പുറത്തേക്ക് പോയ നമ്മുടെ അനി കയറി വരുന്നു. അനി ആരും കാണുന്നില്ലെന്നുള്ള രീതിയിലാണ് കയറി വരുന്നത്. അപ്പോൾ അനി കയറി വന്നപ്പോൾ കൃത്യസമയത്ത് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ സമയം എത്രയായെന്ന് ചോദിച്ചു അനിയോട്. അത് പിന്നെ 11 മണിയാകുന്നു, വല്യമ്മ എന്താ ഉറങ്ങാത്ത? ഇവിടെ 10 മണിക്ക് മുൻപേ എല്ലാവരും വീടിനകത്ത് കയറണമെന്നൊരു നിയമമുള്ള കാര്യം നിനക്കറിയില്ലേന്ന് ചോദിച്ചു ദേവയാനി. പിന്നെ അത് നീയൊക്കെ വളർന്നതിന് ശേഷം പലപ്പോഴും തെറ്റിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളും ദേവയാനി പറയുക കേട്ടോ. അല്ല, ഇത്രയും നേരം നീ എവിടെയായിരുന്നു? അത് പിന്നെ ഞാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാനിങ്ങനെ. ആരാടാ നിൻ്റെ ഈ ഫ്രണ്ട്സ്? ആരാ നിൻ്റെ ഈ ഫ്രണ്ട്സ്? എടാ ദേ, ചോദിച്ചത് നീ കേട്ടില്ലേ? മുഖത്ത് നോക്കി പറ, ആരൊക്കെയാണ് നിൻ്റെ ഫ്രണ്ട്സ്? പറയടാ. അത് പിന്നെ രാകേഷും വിഘ്നേഷും ഒക്കെ ഉണ്ടായിരുന്നു. അതിനവർ നിൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നില്ലല്ലോ, അവരൊക്കെ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് അല്ലേ എന്ന് ചോദിച്ചു ദേവയാനി. അത് പിന്നെ ഇപ്പം അവർ എൻ്റെയും ഫ്രണ്ട്സ് ആണെന്ന് അനി. അല്ല, അവർ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അല്ല, അതോ? അത്രേ ഉള്ളൂ വല്യമ്മേ, അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഒരൊറ്റ അടിയായിരുന്നു ചെവിക്കല്ല് തീർത്ത് അനിക്കിട്ട് നമ്മുടെ ദേവയാനി. അപ്പം കൊള്ളം പറഞ്ഞു കഴിഞ്ഞാൽ കവളത്തടി വീഴും. എന്തിനാടാ നീ കള്ളം പറഞ്ഞു എന്ന് ചോദിച്ചു. പിന്നെ ഒരു പെണ്ണ് ഉറങ്ങാതെ ഇവിടെ നിന്നെ കാത്തിരിക്കുകയാണെന്നും
അപ്പോൾ നീ എന്താ കാണിച്ചു കൂട്ടുന്നത്? അവളെപ്പറ്റി നിനക്ക് എന്തെങ്കിലും ഒരു ബോധം ഉണ്ടോടാന്നൊക്കെ ദേവയാനി അനിയോട് ചോദിച്ചു. അനി അടി മേടിച്ചിങ്ങനെ നിൽക്കുന്നു. നീ രാകേഷിനെയും വിഘ്നേഷിനെയും കാണാൻ പോയെന്ന് പറഞ്ഞത് ശരിയാ, അവർക്കൊപ്പേ വേറൊരാളും കൂടി ഉണ്ടായിരുന്നല്ലോ, നന്ദു. ഏതാ നീ പറയാതിരുന്നത്? അതെന്താ നീ പറയാത്തത്? മറ്റന്നാളെ അവൾ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുക. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ ഇതുപോലത്തെ പണിയായിട്ട് ഇറങ്ങിയേക്കരുത്. നന്ദുവിനെ നയനിയും അതുപോലെ തന്നെ ആദർശം ഉപദേശിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുമുണ്ട്. എന്നിട്ടും അവൾ നിന്റെ പിന്നാലെ വരികയാണെങ്കിൽ അത് അവരുടെ അഹങ്കാരം അല്ലേടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവയാനി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അതുപോലെ തന്നെ നിന്നെ ഞങ്ങൾ ഏത് നേരവും ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നും ചോദിച്ച്, എന്നിട്ടും നീ മാറാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നീ 1% പോലും അനാമിക മോളെ സ്നേഹിക്കുന്നില്ലെന്ന് വേണ്ടേ കരുതാൻ എന്നൊക്കെ ദേവയാനി അനിയോട് ചോദിക്കാം. അപ്പം മോള് പറയുന്നതെല്ലാം സത്യം തന്നെയല്ലേടാന്നും ചോദിച്ചു. അവൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല വല്യമ്മേ. ഇപ്പം വല്യമ്മ പറഞ്ഞല്ലോ അവളെ ഉറങ്ങാതെ എന്നെ കാത്തിരിക്കുകയാണെന്ന്, ഒന്ന് പോയി നോക്ക്. നമ്മളിപ്പോൾ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുമായിരിക്കുമെന്ന് അനി ദേവയാനിയോട് തിരിച്ചു പറഞ്ഞു നേരം. പിന്നെ അവളെ സ്നേഹിക്കാത്ത ഒരുത്തിന് വേണ്ടി അവളുടെ ഉറക്കം കളയണോടാ, അതാണ് അവൾ ചെയ്യേണ്ടത്. അപ്പം ഞാൻ മുറിക്കകത്തുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ് വല്യമ്മ അവസ്ഥ. അവൾ കിടന്നുറങ്ങും, അല്ലാതെ അവളൊന്നും ചെയ്യില്ല. കല്യാണം കഴിഞ്ഞ് അന്നു മുതൽ ഞങ്ങൾ ബെഡ്റൂമിൽ 2ആയിട്ടാണ് കഴിയുന്നതെന്നുള്ള കാര്യങ്ങൾ അനി ഇങ്ങനെ ദേവയാനിയോട് പറയുവാണ്. അങ്ങനെ അവസാനം ആ സത്യം നമ്മുടെ അനി ദേവയാനിയോട് വെളിപ്പെടുത്തി. കല്യാണം കഴിഞ്ഞതിന് ശേഷവും മറ്റൊരു പെൺകുട്ടിയെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ അവനെ എങ്ങനെ കൂടെയുള്ള പെണ്ണ് സ്നേഹിക്കുവടാ എന്ന് ദേവയാനി തിരിച്ചന്നേരം അനിയോട് ചോദിക്കുക. അല്ല, നീ ആദ്യം അനാമിക മോളെ ഒന്ന് സ്നേഹിച്ചു നോക്ക്, എന്നിട്ട് അത് തിരിച്ച് കിട്ടുമോ എന്ന് നീ ഒന്ന് നോക്ക്. അപ്പോൾ അവൾ സ്നേഹിക്കാനും എൻ്റെ ഭാര്യയായിട്ടും കൂടെ നിൽക്കാനായിട്ടൊന്നും അല്ല ഇങ്ങോട്ടേക്ക് വന്നതെന്നും, പിന്നെ അവളുടെയും അവളുടെ അച്ഛൻ്റെയും മനസ്സിൽ മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് വല്യമ്മയെന്നും അനി പറഞ്ഞു. അപ്പം നീ വെറുതെ അനാമികയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ അനി. നിൻ്റെ അമ്മയ്ക്ക് വരെ അവളെ ജീവനാ. ഈ പറയുന്ന എനിക്കും അവളെ ഇഷ്ടം തന്നെയാടാ. പിന്നെ എടാ, അവളൊരു കൊച്ചു പെണ്ണല്ലേടാ, അച്ഛൻ്റെയും അമ്മയുടെയും ലാളനെയൊക്കെ ഏറ്റു വളർന്ന ഒരു പെങ്കൊച്ച്. പിന്നെ ഒറ്റ മോളാകുമ്പോൾ കുറച്ചൊക്കെ അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അച്ഛനമ്മമാർ കൊഞ്ചിച്ചതിൻ്റെ അഹങ്കാരമായിരിക്കും അത്. അതൊക്കെ കുറച്ച് നീ കണ്ടില്ലെന്ന് നടിച്ചു വേണ്ടേ പോകാനെന്നൊക്കെ ചോദിച്ചു. അപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിന്റെ ഏട്ടനും ഏട്ടത്തെയും കല്യാണം കഴിച്ച സമയത്ത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന്. ഇപ്പം അവരെങ്ങനെയാണ് പോകുന്നത്? ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നയനയെ തള്ളിക്കളഞ്ഞില്ലേന്ന് ചോദിച്ചു. പിന്നെ ഇപ്പോഴും ഞാൻ അവളെ മാറ്റി നിർത്തിയിരിക്കുക തന്നെയല്ലേ, എന്നിട്ടും അവർ തമ്മിൽ നല്ല സ്നേഹത്തിലല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വല്യമ്മയുടെ മരുമകളെ വല്യമ്മയ്ക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്, വല്യമ്മയുടെ മരുമകളുടെ മൂല്യം വല്യമ്മയ്ക്ക് അറിയാത്തത് കൊണ്ടാണെന്ന് അനിയ നേരം പറഞ്ഞു. അപ്പോൾ ദേവയാനിക്കൊന്നും മിണ്ടാനില്ലേ? അല്ല, അവൾക്ക് എന്ത് നന്മയുണ്ടെന്നാടാ നീ പറയുന്നേ? അവളെ അനാമിക മോളെക്കാളും അഹങ്കാരി തന്നെയാണെന്ന് ദേവയാനി അങ്ങ് തട്ടിവിടുന്നു. അനി, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും അതുപോലെ തന്നെ എനിക്കും ജയേട്ടനും ആദർശനും ഒക്കെ നിന്റെ കുടുംബജീവിതം തകരുന്നതിലെ അങ്ങേയറ്റത്തെ ദുഃഖം തന്നെയുള്ളത് മോനെ. നീ അതൊന്ന് മനസ്സിലാക്കും മോനെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഞങ്ങളെ അറിയണം, നീ മനസ്സിലാക്കണം, നീ ഞങ്ങളെ അറിഞ്ഞേ പറ്റൂ. എന്നിട്ട് നീ അനാമിക മോളുമായിട്ട് ഒത്തുപോകാനായിട്ട് ശ്രമിക്കാനൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേവയാനി ഉപദേശിച്ചു കൊടുത്തോണ്ടേയിരിക്കാം. അനി, നന്ദു നാളെ SI ആകേണ്ട ഒരു പെൺകുട്ടിയാ, അവൾക്ക് അവളുടേതായ ഒരു ജീവിതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അതിനിടയിലേക്ക് നീ കയറി ചെല്ലരുതെന്നും പറഞ്ഞു ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുന്നു. അത് പിന്നീട് ഒരു കൂട്ട തകർച്ചയ്ക്ക് തന്നെയാണ് കാരണമാകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചിട്ട് അനിയെ ദേവയാനി പറഞ്ഞു വിട്ടു. അനിയ എന്നിട്ട് ദേവയാനി പിടിച്ചു നിർത്തി. അപ്പോൾ ഞാൻ അടിച്ചത് വേദനിച്ചോ നിനക്കെന്ന് ഇങ്ങനെ ദേവയാനി അനിയോട് ചോദിച്ചു. അപ്പോൾ വല്യമ്മയ്ക്ക് അനി എന്തും ചെയ്യാനുള്ള അവകാശം ഉണ്ടല്ലോ എന്ന് അനി ദേവയാനിയോട് പറഞ്ഞു. അപ്പോൾ എങ്കിലും കുഞ്ഞുനാളിൽ പോലും നീ തല്ലുകൊള്ളാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടില്ലല്ലോ, നീയല്ലേ ഇപ്പം ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ഭയങ്കര കരച്ചിലും. എന്നാൽ അനി അങ്ങോട്ടേക്ക് കയറിപ്പോയി. ഇത് കഴിഞ്ഞ് പിന്നെ അനി വിഷമിച്ച് ഇങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോൾ ആദർശ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആദർശ് അനിയെ കണ്ടു. എന്താടാ പറ്റിയേ? നിന്റെ മുഖത്തെന്താ ഒരു വല്ലായ്മ പോലെ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ കവളിങ്ങനെ തൂത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കും അനി. എന്താടാ, നിന്നെ ആരെങ്കിലും തല്ലിയോ, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ തല്ലിയെന്ന് പറഞ്ഞു. ആര് തല്ലി? തല്ലാൻ അവകാശമുള്ളവർ തന്നെ എന്നെ തല്ലിയതെന്ന് പറയുമ്പോൾ അത് ആരാണെന്നാണ് നിന്നോട് ഞാൻ ചോദിച്ചത്. അപ്പോൾ വല്യമ്മയാന്ന് പറഞ്ഞു. അമ്മയോ? അമ്മ എന്തിനാ നിന്നെ തല്ലിയതെന്ന് ആദർശ് ചോദിച്ചു. എടാ, കുട്ടിക്കാലത്ത് എന്നെ എന്തെങ്കിലും ചെയ്താൽ പോലും അമ്മ നിന്നെ തല്ലാറുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പം നിന്നെ അമ്മ തല്ലിയത്? എന്താ കാര്യം? അത് പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടിയായിരുന്നു, അവിടെ നന്ദുവും വന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം അതുകൊണ്ടാണ് നിന്നെ ഞാനിവിടെ കാത്തിരുന്നത്. എടാ, നയനെ എന്നോടെല്ലാം വിളിച്ചു പറഞ്ഞു, എടാ നീയും നന്ദുവും തമ്മിൽ കണ്ടെന്ന്. അത് അമ്മ അറിഞ്ഞല്ലേ എന്ന് ചോദിച്ചപ്പം
എങ്ങനെയോ അറിഞ്ഞു എന്ന കാര്യം പറഞ്ഞു. അപ്പം പിന്നെ നിന്നെ തല്ലിയതിൽ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറയുമോ നമ്മുടെ ആദർശ്. ഞാൻ തരാനുള്ളത് അമ്മ നിനക്കിട്ട് തന്നതെന്നും പറഞ്ഞു. എടാ നിനക്കിത് എന്തിൻ്റെ കേടാ? നിന്നോടെ 1000 തവണ ഞാൻ പറഞ്ഞിട്ടില്ലേ നീ അവൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ അവൾ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടോ ഏട്ടാ എന്ന് അനി ചോദിച്ചപ്പം, എടാ അവൾ ഏതെങ്കിലും ആൺകുട്ടികളുടെ പിന്നാലെ പോകുന്നുണ്ടോ? അപ്പോൾ ഇല്ലെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല എന്ന് നമ്മുടെ അനി. അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ, അവളുടെ വീട്ടിൽ പോകുമ്പോൾ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണാറുണ്ടെന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവളുടെ മൊബൈൽ എടുത്ത് ഏട്ടനൊന്ന് നോക്കണം, അതിൽ ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ മുഴുവനും ആൺകുട്ടികളാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമോ അനി. പിന്നെ അവളുടെ പഴയകാല ചരിത്രം അന്വേഷിച്ചാലേ അതും അത്ര നല്ലതൊന്നും അല്ല എന്നൊക്കെ അനി പറഞ്ഞു. നീ അവൾക്കെതിരെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുകയാണോ? അപ്പോൾ എനിക്ക് അവളെ സംശയമൊന്നുമില്ല ഏട്ടാ. പിന്നെ അതുമാത്രമല്ല, അവൾ ആരെ കണ്ടാലും അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. പക്ഷെ ഞാൻ ആകെ കൂടി ഒരേ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ നടന്നിട്ടുള്ളൂ, അത് നന്ദുവിൻ്റെ പിന്നാലെയാണെന്നും. എന്നാൽ അവളുടെ 1-2 ഫ്രണ്ട്സിനൊക്കെ എനിക്കറിയാം. പഠിക്കുന്ന കാലത്ത് അവളൊരു 4-5 പേരെ പ്രേമിച്ചിട്ടുണ്ടും അതും ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. അവരായിട്ട് ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. അതൊന്നും ഞാൻ അവളോട് ചോദിച്ചിട്ടില്ല, കാരണം അതൊന്നും എന്നെ ബാധിക്കുന്നതല്ലെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതൊക്കെ അനാമികയുടെ കാര്യങ്ങളാട്ടോ. അനാമികയുടെ പഴയകാല ചരിത്രം മുഴുവൻ അറിഞ്ഞിട്ടാണ് അനി കയറി വരുന്നതും ഇതെല്ലാം അനന്തപുരിയിൽ വന്ന് വിളിച്ച് പറയുന്നതും. അപ്പോൾ ഭൂലോക ഫ്രോഡായിരുന്നു അനാമിക എന്നുള്ള ഇതാണ് ഇപ്പം അനി ഇവരോടെല്ലാം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എടാ, വിവാഹത്തിന് മുൻപ് അങ്ങനെ പല ബന്ധങ്ങളും പലർക്കും ഉണ്ടാകും എന്ന് കരുതി വിവാഹത്തിന് ശേഷം അവൾക്ക് ആ ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഏട്ടാ, ഇപ്പോഴും അവൾ നമ്മളറിയാതെ ക്ലബിലൊക്കെ പോകുന്നുണ്ടെന്നുള്ള കാര്യവും അനി അന്നേരം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എങ്ങനെ പോയാലും അവൾക്കൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പിന്നെ വീടിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ നന്ദുമായിട്ടുള്ള കൂടിക്കാഴ്ച വലിയ വലിയ സംഭവങ്ങളാക്കി എടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ അനി പറഞ്ഞു കൊടുക്കുമ്പം, എടാ അനി, നീ അവളുടെ സ്വഭാവമൊക്കെ മാറ്റിയെടുത്തിട്ട് അവളുമായി നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാക്കിയെടുക്കാനാണ് നോക്കേണ്ടത്. ഇവിടെ എല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ദേ അതൊന്നും ചെയ്യാതെ നീ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നതിന് അതിനാണ് നിന്നെ അമ്മ അടിച്ചത്. അപ്പോൾ ഏട്ടാ, എനിക്ക് വയ്യ ഏട്ടാ, ഒരിക്കലും പൊരുത്തപ്പെട്ട് കഴിഞ്ഞ് പോകാൻ പറ്റാത്ത ഒരുത്തിയാണ് എനിക്കൊപ്പം ഉള്ളതെന്നൊക്കെ പറയുമ്പോൾ, എടാ നമ്മളെ 3 പേരിൽ ഏറ്റവും ഇളയവനെ നീയാ. നിന്റെ ജീവിതം തകരുന്നതൊന്നും ഇവിടെ ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, പ്രത്യേകിച്ച് മുത്തശ്ശനും മുത്തശ്ശിക്കും. നീ അതൊന്നും മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. എടാ, നയനയ്ക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും നീയും നന്ദുവും തമ്മിൽ കൂട്ടുകൂടുന്നതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നയന എന്നെ വിളിച്ച് പരാതി പറഞ്ഞത്. ദൈവത്തെ ഓർത്ത് നീ ഒന്ന് മാറാൻ നോക്കാൻ പറഞ്ഞു. എൻ്റെ പൊന്നുമോനെ, എല്ലാ ജീവിതത്തിലും ഉണ്ടല്ലോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ. ഞാനും നയനയും തമ്മിൽ എങ്ങനെയാടാ ജീവിച്ചത്, ഇപ്പം എങ്ങനെയാണ് ജീവിക്കുന്നത്, അതൊക്കെ നീ കാണുന്ന കാര്യങ്ങളല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ അനി ഒന്നും മിണ്ടാതെ അങ്ങ് പോയി. അപ്പോൾ ആദർശ് ചോദിച്ചു, നീ എന്താണൊന്നും മിണ്ടാത്തതെന്ന്. അപ്പോൾ എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല ഏട്ടാ, എൻ്റെ ജീവിതം തകർന്നു, അത്രയും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അനി അങ്ങ് കരഞ്ഞുകൊണ്ട് കയറി പോകുമ്പോൾ ആദർശ് ആകെ നിരാശയിൽ ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദു നല്ല ഉറക്കത്തിലാട്ടോ, നന്നായിട്ട് ഉറങ്ങിക്കിടക്കുന്ന നന്ദു. പിന്നെ അവിടെ നമ്മുടെ അനന്തപുരിയിൽ എല്ലാവരും നല്ല ഉറക്കം. ഈ സമയത്ത് നമ്മുടെ അനിയും അനി എഴുന്നേറ്റിട്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുക. എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അനി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് നന്ദുവിൻ്റെ ഫോണിലേക്ക് അനിയുടെ മെസ്സേജ് വന്നു. നന്ദു ഉറങ്ങുന്നു. അപ്പോൾ നമ്മുടെ നയന ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ നയന ഞെട്ടിപ്പോയി. നയന ചാടി അങ്ങ് എഴുന്നേറ്റു. അപ്പോൾ അനിയുടെ മെസ്സേജാണല്ലോ. ഇതെന്താ മെസ്സേജ് എന്നുള്ള ഒരു ഇതിലിങ്ങനെ ഞാൻ എടുത്ത് നോക്കി. അപ്പോൾ ഗുഡ് നൈറ്റും പറഞ്ഞൊരു മെസ്സേജ്. അപ്പോൾ അതിന് ഗുഡ് നൈറ്റ് പറഞ്ഞ് മെസ്സേജ് വിട്ടേക്കുന്നത് നമ്മുടെ നന്ദുവിന്. അപ്പോൾ ഇവരുടെ ഈ പോക്ക് ശരിയല്ലല്ലോ എന്ന് തന്നെ നമ്മുടെ നയന ചിന്തിക്കാം. എന്നിട്ട് നയന ഇങ്ങനെ പതുക്കെ ഫോൺ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കും. അപ്പോഴേക്കും അനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ആ ഒരു ഇതിൽ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നയന അവിടെ ഇരുന്ന് ഇങ്ങനെ ഇവർ 2 പേരും പോയാൽ ശരിയാവില്ല, ഇവർ തമ്മിൽ പിരിച്ചേ പറ്റൂ അങ്ങനെ മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. അതിനുശേഷം നയന ഇങ്ങനെ അവിടെ കിടക്കും കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഇവരെല്ലാവരും കണി കാണുന്നു. വിഷുവിൻ്റെ കണിയും കാര്യങ്ങളും ഒക്കെ കാണുകയാണ്. എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് വിഷു ആഘോഷിക്കുന്നു. പിന്നെ വിഷു കൈനീട്ടം കൊടുക്കുന്നു. അമ്മയും മക്കളും സ്നേഹത്തോടെ നിൽക്കുന്നു. പിന്നെ നയനെ ഇങ്ങനെ നോക്കി പുറത്തേക്ക് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ.